വൺ തോട്ട് ഫോർ ദ ഡേ. ഇന്നത്തെ തോട്ട് അശ്വഗന്ധത്തിനെ കുറിച്ചാണ്. അശ്വഗന്ധം പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡ്രഗാണ്, അല്ലെങ്കിൽ അമുക്കുരം എന്ന് പറയും. വിതാമിയ സോംനിഫറ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ ഇതിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡ്രഗാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് അശ്വഗന്ധം കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ അതിൻ്റെ കുറേ എതിരഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. അശ്വഗന്ധം കഴിച്ചിട്ട് കുറേ അഡ്വേഴ്സ് എഫക്ട്സ് വരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള സത്യാവസ്ഥ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് അശ്വഗന്ധത്തിനെ പറ്റി കൂടുതൽ അറിയാം. അശ്വഗന്ധം സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അതിൽ കോർട്ടിസോൾ ലെവൽ കുറച്ചിട്ട് ആങ്സൈറ്റി ലോവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു സെൻസ് ഓഫ് കാം, അതായത് ഒരു ശാന്തത നൽകുന്നു. പിന്നെ ഇമ്മ്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യുക ചെയ്യണം. നമ്മുടെ സ്വതസിദ്ധമായ പ്രതിരോധ ശക്തിനെ അത് കൂട്ടി ഇൻഫെക്ഷൻസിന് എഗെയിൻസ്റ്റ് പ്രവർത്തിക്കുന്നു. പിന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻ കൂട്ടാനും അശ്വഗന്ധം സഹായിക്കുന്നുണ്ട്. മെമ്മറിയും ഫോക്കസും നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റിക്കൊക്കെ അശ്വഗന്ധ നല്ലൊരു ഹെർബാണ്. പിന്നെ നമ്മുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും കൂട്ടാനും ഇത് വളരെ നല്ലതാണ്, ഫിസിക്കൽ ലെവലിലും മെൻ്റൽ ലെവലിലും. ഹോർമോണൽ ബാലൻസ് ചെയ്യാൻ, അതായത് തൈറോയിഡ്, അഡ്രിനൽ ഗ്ലാൻഡ് ഫങ്ഷൻസൊക്കെ ശരിയാക്കാനും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നന്നാക്കാനും ഇത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും ഇത് വളരെ നല്ലൊരു ഹെർബാണ്. പിന്നെ അശ്വഗന്ധ പൊതുവെ ജനറൽ ഡെബിലിറ്റിയിൽ, അതായത് വീക്ക്നെസ്സിലും ഭയങ്കര ക്ഷീണം ഒക്കെ തോന്നുന്ന ഇതിലൊക്കെ അശ്വഗന്ധം നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അശ്വഗന്ധത്തിൻ്റെ കുറേ എഫക്ട്സ്. ഇനി ഇതിൽ സ്റ്റഡി നടന്നിട്ടുള്ളത്, ലേറ്റസ്റ്റ് ഒരു സ്റ്റഡി റിപ്പോർട്ട് വന്നിട്ടുള്ളതും കൂടിയിട്ട് നമുക്ക് നോക്കാം. അശ്വഗന്ധത്തിൻ്റെ ലേറ്റസ്റ്റ് റിസർച്ച് നടന്നതിൽ അതിൽ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ആയുഷ് മിനിസ്ട്രി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ റിസർച്ച്, അശ്വഗന്ധത്തിന് ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പല രീതിയിലും പ്രചരിപ്പിച്ചപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആയുഷ് മിനിസ്ട്രി തന്നെ കൺസൾട്ട് ചെയ്തതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വൈറൽ ഹെപ്പാറ്റോ ബിലിയറി സയൻസസ് ന്യൂഡൽഹി, WHO കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം WHO വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ബിലിയറി ഡിസീസ് കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ നടത്തിയ സ്റ്റഡിയിൽ അശ്വഗന്ധത്തിന് അങ്ങനെ ഹാംഫുൾ എഫക്ട്സ് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ഹാംഫുൾ ആണെന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റഡീസ് ഇൻകൺക്ലൂസീവായിട്ടാണ് കണ്ടെത്തിയത്. അത് അശ്വഗന്ധം കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ തീർച്ച കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ അശ്വഗന്ധം അങ്ങനെ ഒരു സൈഡ് എഫക്റ്റും അതിന് ഉണ്ടാവുന്നില്ല, ലിവർ ഡാമേജ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഫുൾ പ്രൂഫാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആയുഷ് മിനിസ്ട്രിയുടെ ഈ റിപ്പോർട്ട് നമുക്ക് ആർക്കും അവൈലബിൾ ആവും. അപ്പോൾ ആയുർവേദത്തിനെതിരെയുള്ള ഇങ്ങനെയുള്ള കടന്നാക്രമണം നിങ്ങൾ അതിൻ്റെ ഫാക്ട്സ് അറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക, അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് ഓരോന്നിനെയും വിശ്വസിച്ച് ചെയ്യരുത്. സോ താങ്ക് യു വെരി മച്ച്.